ഇനി ഒരു പറ ചോറും ടപ്പേന്ന് അകത്താക്കാട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക സൈഡ് ഡിഷ് ആട്ടോ ഇത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം, എന്നാൽ അത്രയും രുചികരവുമാണ് കേട്ടോ. ഇനി വെണ്ടയ്ക്ക ഇഷ്ടമല്ലെങ്കിലും കഴിക്കും. എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതിന് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. ഇനി അതിലേക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ വെണ്ടയ്ക്ക അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനാട്ടോ. ചെറുതായിട്ടൊന്ന് വയറ്റി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ പരുവൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വയറ്റിയെടുക്കാട്ടോ. ചെറിയ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കിനും നമുക്ക് ഉപ്പ് ചേർക്കാട്ടോ. ഇതും ഒന്ന് വയറ്റിയെടുത്ത് വീണ്ടും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാട്ടോ. ഈ പരുവം വരെ ഒന്ന് ഫ്രൈ ആക്കിയാൽ മതിയാവും. ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റേണ്ടി വരും കേട്ടോ. ഇതുപോലെ അങ്ങ് ഫ്രൈ ആക്കി ഇതങ്ങ് കോരി മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു വലിയ സവാള ഇതുപോലെ പൊട്ടിയായിട്ട് അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരണം, എന്നാൽ ബ്രൗൺ നിറത്തിലൊന്നും എത്തണ്ട. പെട്ടെന്ന് തന്നെ ആയി കിട്ടൂട്ടോ. ഇത് ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ അതെ ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ പരുവം വരെ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു തക്കാളി ഇങ്ങനെ ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തതാട്ടോ. അതും ചേർത്ത് അതിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെയും തക്കാളി നന്നായിട്ടൊന്ന് വേവുന്ന വരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളിക്ക് പെട്ടെന്ന് തന്നെ വഴണ്ടു കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം 1 മിനിറ്റ് ഒക്കെ വഴറ്റിയാൽ മതിയാവും. പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പച്ച ചുവ ഉണ്ടാവും. ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒന്ന് ചെറുതായിട്ട് അടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ചേർക്കുമ്പോൾ എപ്പോഴും ഒന്ന് ചെറുതായിട്ട് അടിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. കൂടെ തന്നെ ആ തൈരെടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിൽ നമ്മൾ ഇതുവരെയും ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. താണ്ടെ ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ശരിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കറിയാട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കി, നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായി കുറുകി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയി കറി. ഇത് ചോറിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. പാനിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ കേട്ടോ.